രീതി പിന്തുടർന്നുകൊണ്ട് ഖിയാമം വരെ പരിശുദ്ധാത്മാക്കൾ, അതേ രൂപത്തിലുള്ള പരിശുദ്ധാത്മാക്കൾ ഈ ലോകത്തിൽ അവസാനിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഉത്തമ മാതൃകകളായും കൊണ്ട്, ഇസ്ലാമിന്റെ ഉത്തമ വാഹകന്മാരായും കൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പാകെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അതിന് വേണ്ടിയാണ് സമസ്തകളുടെ ജംഇയ്യത്തുൽ നിലകൊള്ളും. മാന്യ സുഹൃത്തുക്കളും ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധനാണ്. അമ്പിയാക്കൾ ഏവരും തന്നെ പരിശുദ്ധാത്മാക്കളാണ്. പരിശുദ്ധാത്മാക്കളെ കൊണ്ടല്ലാതെ ഈ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനിനെ നിലനിർത്താൻ സാധ്യമേ അല്ല. അവർ വഴിക്കല്ലാതെ റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ദീൻ ഈ ലോകത്തിൽ ഒരിക്കലും തന്നെ നിലകൊള്ളുന്നതും അല്ല. ഈ വിശ്വാസം ഹക്കല്ലേ എന്ന് ഞാൻ നിങ്ങളോട് മുമ്പാകെ ഞാൻ ചിന്തിക്കാൻ, ആലോചിക്കാൻ ആവശ്യപ്പെട്ടുകൊള്ളുകയാണ്. അത് മാത്രമേ ഹക്കുള്ളൂ. മനസ്സിലാക്കണം. അതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു സാധാരണ മനുഷ്യനാണെന്നും ഒരു തപ്പാശിവായിയാണെന്നും പഠിപ്പിച്ച ഞെട്ടതിലെ മമ്മദിനെ പിന്തുടർന്ന ആളുകൾ, ഈ ആളുകൾ അവർ ഇരിപ്പിടം ഏതാണ്? എവിടെയാണ് ഇരിപ്പിടം? നജുവിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബി എന്നവനെ കൊണ്ട് പറയാൻ പാടില്ല. ഒന്നൊന്നാണവൻ. അവനും അവന്റെ അനുയായികളും ഈ കേരളത്തിലുള്ള അനുയായികൾ അവർ വിശ്വസിക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സംസ്കാര മനുഷ്യനാണ് എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസം എന്തെന്ന് യോജിക്കുന്ന വിശ്വാസമാണിത്. മഹാന്മാരായ അമ്പിയാ മുർസലുകളുടെ വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ അടിത്തറ. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ നിലകൊള്ളുന്നത് അമ്പിയാ മുർസലുകളുടെ രൂപത്തിലും വിശാലത്തിലും അതിന്റെ മഹത്വത്തിലും ഉള്ള വിശ്വാസമില്ലെങ്കിൽ മുസ്ലിമാവാൻ സാധ്യമേ. ഇസ്ലാമും മറ്റു മതങ്ങളുമായുള്ള യഥാർത്ഥത്തിൽ ഉള്ള വ്യത്യാസവും അവിടെ തന്നെയാണ് നിലകൊള്ളുന്നത്. ഹഖ്ദാരായുടെ മഹാത്മാക്കളായ അവർ റബ്ബുൽ ഇസ്സത്തിന്റെ ഇംഗിതത്തിനൊത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായും കൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധാത്മാക്കളാണ് അമ്പിയാ മുർസലുകൾ എന്ന് ഉള്ള വിശ്വാസം. ഈ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറക്ക് വരെ കത്തിവെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീന്റെ നിർത്തിയും കൊണ്ട് ഞങ്ങൾ ഇവിടെ കുഴിച്ചു മൂടുക മാത്രമല്ല ചെയ്യുന്നത്. അതിനെ ഈ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ വരെ ഞങ്ങൾ വലിച്ചെറിയുകയാണ്. ആ വിശ്വാസം ഇനി ഇവിടെ നിലനിൽക്കുന്നതല്ലെന്ന് അതിന്റെ അനുയായികൾ മനസ്സിലാക്കിക്കൊള്ളും. ആരാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരാണ്? അല്ലാഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ആ നിലക്ക് ലൈലത്തുൽ മിഅ്റാജിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ആകാശലോകത്ത് സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട അമീനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ പറയുന്നത്, നബിയെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഞങ്ങൾക്ക് പ്രവേശനമില്ല, തങ്ങൾ മാത്രം ഒറ്റക്ക് പോയിക്കൊള്ളണമെന്ന്. ആ നിലക്ക് ചെന്ന് നോക്കുമ്പോൾ സിദ്റത്തുൽ മുൻതഹയിൽ ഞാൻ ജന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫൈദാ ഖദ് ഗശിയഹാ അൽവാനും ലാ ദിരി വാഹിയാ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്തെല്ലോ ചിലത് കൊണ്ട് വിധാനിച്ചിരിക്കുന്നു. ഞാൻ അവിടെ ചെല്ലുന്നതിന് പ്രമാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുന്നതിന് പ്രമാണിച്ചുകൊണ്ട് അവിടെ അലങ്കരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചിരിക്കുകയാണ്. ഈ നിലക്കുള്ള മഖ്ലൂഖിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളണം. വെറുതെയല്ല കുല്ലുഹും ഫിന്നാർ, അത് പന്നി പോലത്തതാണ്, പന്നി ചാവും പോലെ ചാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല. ഈമാന്റെ തെറ്റാണ്.
നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് അഫ്ളലുൽ മഖ്ലൂഖീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടി തരം താഴ്ത്തുന്ന ആളുകൾ എന്തിനാണ് പറയുന്നത്? 70 പ്രാവശ്യം ദിവസേന കുറ്റം ചെയ്യുമെന്ന്, അശ്റഫുൽ കുറ്റം ചെയ്യുമെന്ന് പരസ്യമായി എഴുതിവിടാൻ ധൈര്യപ്പെട്ടിട്ടുള്ളത്. ധൈര്യമല്ലാതെ ഉറപ്പില്ലായ്മയാണ് ധൈര്യം എന്നതിന് പറയാൻ പാടില്ല. ആ പാർട്ടി ഇസ്ലാമിന് എന്ത് ചെയ്യും? അവർ ഇസ്ലാമിന് എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ ഇസ്തിഗ്ഫാർ 70 വർഷത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് നിർലജ്ജം വാദിക്കുന്ന കക്ഷികൾ. ആ കക്ഷികളെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധാത്മാവ് ആദ്യകാലം മുതൽ ശൈശവകാലം മുതൽ അംബിയാ മുർസലുകൾ ആരും തന്നെ അതേ ക്രമത്തിലാണ്. ഒരാൾ മാത്രമല്ല, 7 അംബിയാ മുർസലുകളും അതേ രൂപത്തിലാണ്. റോമൻ ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹിർഖൽ റോമൻ ചക്രവർത്തിക്ക് ലഭിച്ചു. ഇവിടെ ഖുറൈശികൾ ആരെങ്കിലും കച്ചവടത്തിന് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കത്തിനെ സംബന്ധിച്ചും ഇദ്ദേഹത്തെ സംബന്ധിച്ചും ആലോചിക്കാൻ അവരെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പലസ്തീനിൽ വെച്ച് റോമൻ ചക്രവർത്തി ആവശ്യം. അവിടെ കിട്ടിയത് ആരെയാണ്? ആ സമയത്ത് ഇസ്ലാമിന്റെ കഠിന ശത്രു, ഉഹദ് യുദ്ധത്തിലും ഖന്തഖ് യുദ്ധത്തിലും മുശ്രിക്കീങ്ങളുടെ സഖ്യസേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു അബൂ സുഫിയാൻ. ആ നിലക്ക് ഉള്ള ഇസ്ലാമിന്റെ കഠിന ശത്രു അബൂ സുഫിയാന്റെയും പാർട്ടിയെയും ആണ് റോമൻ ചക്രവർത്തിക്ക് ലഭിച്ചു. ചോദിക്കുന്ന റോമൻ ചക്രവർത്തി പല ചോദ്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ ചോദിക്കുകയാണ്, ഹൽ കുന്തും തത്തഹിബൂനഹു ബിൽ കദിബി ഖബല അൻ യഖൂല മാ ഖാൽ. അദ്ദേഹം നബി എന്ന് വാദിക്കുന്നതിന് മുമ്പ് കളവ് പറഞ്ഞു എന്ന് സംശയിക്കത്തക്ക ഒരു ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഒരു ചോദ്യം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞോ എന്നല്ല ചോദ്യം. ഹൽ കുന്തും തത്തഹിബൂനഹു ബിൽ കദിബി എന്നാണ്. കളവ് പറഞ്ഞു എന്ന് സംശയിക്കത്തക്ക വല്ല സന്ദർഭവും ഉണ്ടായിട്ടുണ്ടോ? ഈ 40 വയസ്സിന്റെ ഇടക്ക് അതിന് അഷ്റഫുൽ ഖൽഖിന്റെ കഠിന ശത്രുവായ ആ സമയത്തുള്ള കഠിന ശത്രു, ഏറ്റവും വലിയ കഠിന ശത്രു, ആ ശത്രു പറയുന്നില്ല ഇല്ല. ഈ നിലക്കുള്ള പരിശുദ്ധിയാണ് അംബിയാ മുർസലുകൾ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ അംബിയാ മുർസലുകളും സർവ്വ മഖ്ലൂഖീങ്ങളുടെയും റഈസും ഇമാമും ഖായിദും ആ നിലക്കുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധി, ആ പരിശുദ്ധി ഇപ്പോൾ നിഷേധിച്ചു കഴിഞ്ഞു. ഇസ്ലാമിൽ പിന്നെ സ്ഥാനമില്ല അവർക്ക്. പിന്നെ ഇസ്ലാമിൽ അവർക്ക് സ്ഥാനമില്ല. വളരെ ഗൗരവത്തോടു കൂടി മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിച്ചു കൊള്ളേണ്ടതാ. ഒരു പ്രാവശ്യം പരിശുദ്ധ മദീനയിൽ ഖുതുബയോടിക്കൊണ്ട് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഊരാടൻ പ്രദേശക്കാരനായ അറബി വന്നുകൊണ്ട് മസ്ജിദ് മദീനയുടെ ഖുതുബന്റെ നേരെയുള്ള വാതിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, മഴയില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. സ്ത്രീകളെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ, അവരുടെ മുറിയിൽ പാലിന് പകരം രക്തമാണ് നബിയെ. ചെറിയ കുട്ടികൾ, ആ കുട്ടികൾ പിഞ്ചുപൈതങ്ങൾ കൈ മലർത്തി കിടക്കുന്നത് കാണാൻ സാധ്യമല്ല നബിയെ. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് ഖുതുബയോടിക്കൊണ്ട് നിൽക്കേ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ മേലോട്ടുയർത്തി, പടച്ചവനെ, ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞു. മഹാന്മാരായ ഇമ്മത്ത് മുഹദ്ദിസുകൾ ശരിക്കും റിവായത്ത് ചെയ്യുകയാണ്. ഇമാം ബുഖാരിയും മറ്റു മഹാന്മാരായ ഇമ്മത്ത് മുഹദ്ദിസുകളും റിവായത്ത് ചെയ്യുകയാണ്. ആ സമയത്ത് ആകാശത്തിൽ ഒരു മഴയുടെ പോറൽ പോലും ഇല്ല. എവിടെ നിന്നോ കാംസാലിൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് തുല്യമായ മേഘങ്ങൾ കൂടി വരികയും മഴ വർഷിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാ. ഏതുവരെ മഴ വർഷിക്കുന്നു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ ബഹുമാനപ്പെട്ട താടി, ആ താടിയിൽ കൂടി മഴ വെള്ളം ഉറ്റിക്കൊണ്ട് നിൽക്കുന്നു. നോക്കൂ, കൈ മേലോട്ട് ഉയർത്തിയിട്ടാണ്